അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. ഇനി നമുക്ക് രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയാനുള്ളത്. രണ്ടാം ചേര സാമ്രാജ്യത്തിലാണ് കുലശേഖരന്മാരെ കുറിച്ച് പറയുന്നത്. അതിലെ ആദ്യത്തെ രാജാവാണ് കുലശേഖരവർമ്മ എന്ന് പറയുന്നത്. AD 9 മുതൽ 11 വരെയുള്ള നൂറ്റാണ്ടുകളാണ് രണ്ടാം ചേര സാമ്രാജ്യമായിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞു മൂന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഒന്നാം ചേര സാമ്രാജ്യം അവസാനിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇരുമ്പൊറൈ ശാഖ വന്നു എന്നും പറഞ്ഞു. പിന്നീട് 9 മുതൽ 11 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ചേര സാമ്രാജ്യം വീണ്ടും വികാസം പ്രാപിച്ചു. അപ്പൊ ആ ഒരു കാലഘട്ടമാണ് രണ്ടാം ചേര സാമ്രാജ്യമായിട്ട് പറയുന്നത്. കുലശേഖരൻ മുതൽ ഭാസ്കര രവിവർമ്മൻ വരെയുള്ള പ്രമുഖ രാജാക്കന്മാരെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ആദ്യം വരുന്നത് കുലശേഖരനാണ്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് AD 650 മുതൽ 668 വരെയാണ്. അത് ക്രിസ്തുവിന് ശേഷം 650 മുതൽ 668 വരെ. അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു, കൂടാതെ നാട്യകല വിദഗ്ധനായിരുന്നു. പിന്നെ നമ്മൾ മുമ്പ് തമിഴ് കൃതികളെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു പെരുമാൾ തിരുമൊഴി എന്നുള്ള കൃതി അദ്ദേഹം എഴുതിയതാണ് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതുപോലെ സംസ്കൃതത്തിൽ മുകുന്ദമാല എന്ന് പറയുന്ന ഒരു കൃതിയും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ സംസ്കൃതത്തിലെ 2 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസ്കൃത കൃതികളെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തപതി സംവരണം, അതുപോലെ സുഭദ്ര ധനഞ്ജയം. പിന്നെ കേരള ചൂടാമണി, അതുപോലെ മഹോദയപുര പരമേശ്വരൻ തുടങ്ങിയിട്ടുള്ള ബിരുദങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വരുന്ന രാജാവാണ് രാജശേഖര വർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് AD 820 മുതൽ 844 വരെയാണ്. ശാസനങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് കേരളത്തിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ശാസനം എന്ന് പറയുന്നത് വാഴപ്പള്ളി ശാസനമാണ് എന്നുള്ളതാണ്. അത് ഇദ്ദേഹത്തിന്റെ ശാസനമാണ്. ഇദ്ദേഹം ഒരു ശിവഭക്തൻ കൂടിയായിരുന്നു. അപ്പൊ നമ്മൾ കുലശേഖര വർമ്മയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാജശേഖര വർമ്മ. ഇനി മൂന്നാമത്തെ ആളായിട്ട് വരുന്നത് സ്ഥാണുരവിയാണ്. ഇതിന്റെ താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാഴപ്പള്ളി, തരിസാപ്പള്ളി, ജൂതപ്പട്ടയം തുടങ്ങിയിട്ടുള്ള പ്രധാന ശാസനങ്ങൾ. അതിൽ വാഴപ്പള്ളി രാജശേഖര വർമ്മയുടേതാണ്. അതുപോലെ തരിസാപ്പള്ളി ശാസനം എഴുതിയിട്ടുള്ളത് സ്ഥാണുരവിവർമ്മ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു. അതായത് ഇനി അടുത്ത് വരുന്ന രാജാവ് സ്ഥാണുരവിവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 844 മുതൽ 855 വരെയാണ്. ഒരു തരിസാപ്പള്ളി ശാസനം അല്ലെങ്കിൽ തരിസാപ്പള്ളി ചെപ്പേട് എഴുതപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് അടുത്തത് വരുന്ന രാജാവാണ് വിജയരാഘദേവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 855 മുതൽ 890 വരെയാണ്. പിന്നെ വരുന്ന രാജാവാണ് രാമവർമ്മ കുലശേഖരൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം AD 890 മുതൽ 917 വരെ. പിന്നെ അദ്ദേഹം പാണ്ഡ്യരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു. ഇവിടെ ചോള പാണ്ഡ്യന്മാരോട് ഇണങ്ങിയും പിണങ്ങിയുമുള്ള ഭരണം എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജാക്കന്മാരും ഓരോ നിലയിലായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ഇടയ്ക്ക് നല്ല രീതിയിലും ഇടയ്ക്ക് യുദ്ധങ്ങളായിട്ടൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാണ്ഡ്യരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്ന രാജാവാണ് രാമവർമ്മ കുലശേഖരൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന രാജാവാണ് കോദരവിവർമ്മ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 917 AD 917 മുതൽ 947 വരെയാണ്. ചേരന്മാരുമായിട്ടും അതുപോലെ ചോളന്മാരുമായിട്ട് ശത്രുത നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ വരുന്ന രാജാവാണ് ഇന്ദുക്കോദവർമ്മ. അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 947 മുതൽ 962 വരെയാണ്. ചേരചോള ബന്ധം വളരെ സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. പിന്നെ വരുന്നതാണ് ഭാസ്കര രവിവർമ്മൻ. അപ്പം നമ്മൾ കുലശേഖരൻ മുതൽ ഭാസ്കര രവിവർമ്മൻ വരെയുള്ള പ്രമുഖ രാജാക്കന്മാരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാസ്കര രവിവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 962 മുതൽ 1021 വരെയാണ്. ഈ സമയത്ത് ചോളരുടെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജൂതശാസനം, ജൂതപട്ടയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജൂതപട്ടയം
ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എഴുതപ്പെടുന്നത്. പിന്നെ അവസാനമായിട്ട് വരുന്ന രാജാവാണ് രാജസിംഹൻ. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും പറഞ്ഞു എന്നുള്ളൂ. AD 1036 അദ്ദേഹം ഭരണത്തിലെത്തുന്നത്. പിന്നെ 11-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ചേര വംശം അവസാനിക്കുന്നുണ്ട്. പിന്നീട് വേണാട് അടക്കമുള്ള പുതിയ രാജവംശങ്ങൾക്കാണ് പ്രാമുഖ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്ന ഒരു പോയിന്റാണ് വസ്തുതകളുടെ പിൻബലമില്ലാത്ത ചങ്കൂറ്റ തെളിവുകൾ മാത്രമെന്നും വാദം. അതായത് നമുക്ക് ഈ ഒരു രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. അപ്പോൾ വേണ്ടത്ര തെളിവുകളൊന്നും ലഭിക്കാതെ അവതരിപ്പിച്ച ഒരു ചരിത്രമാണ് ഇതെന്ന് PK ബാലകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഇളംകുളം കുഞ്ഞൻപിള്ളയുടെയും അതുപോലെ ശ്രീധരമേനോന്റെയും പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് നിലവിൽ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് വേണ്ടത്ര വസ്തുതകളുടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളുടെ ഒന്നും പിൻബലമില്ലാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നാണ് PK ബാലകൃഷ്ണന്റെ വാദം. അപ്പൊ ഇത്രയാണ് നമുക്ക് രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് പറയാനുള്ളത്.